എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നതെന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഇത് എനിക്ക് തന്നെ തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റിലുള്ളൊരു പായസമാണ്. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ളൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിന് നല്ല മധുരമുള്ളതാണ്. ഇനി ഇതിലേക്കൊരു 5-6 അണ്ടിപ്പരിപ്പ്, 5-6 ഹേസിൽനട്ട്, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബദാമും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു പായസം കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. കാരണം ഇതിൽ നമ്മൾ ഏത്തപ്പഴവും നട്ട്സും ഒക്കെ ചേർക്കുന്ന കാരണം വെയിറ്റൊക്കെ കുറവുള്ള കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ സേമിയ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് കുറുക്കി കൊടുത്താലും വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കുറുക്കായിരിക്കും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഇതിന് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കൂടുതൽ പാലൊഴിച്ചിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. അതായത് സേമിയ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വറുത്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നെയ്യിൽ ഒന്നുകൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിതിൽ നട്ട്സ് ചേർത്തിരിക്കുന്ന കാരണം ഇത് കുറച്ച് കുറുകി വരും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മണത്തിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കുറുകിയിരിക്കുകയാണെങ്കിൽ വീണ്ടും പാലൊഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക. ഇതിരിക്കും തോറും വീണ്ടും കുറുകി വരുന്നൊരു പായസമാണ്, കാരണം നമ്മളിതിൽ നട്ട്സൊക്കെ ചേർക്കുന്ന കാരണം. അതുപോലെ തന്നെ ഏത്തപ്പഴവും ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നെയ്യിൽ കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിങ്ങയും വറുത്തിട്ട് ഈ ഒരു പായസത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു പായസമാണ്. വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ളൊരു പായസം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയ്ക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഈ ഒരു കശുവണ്ടി മുന്തിരിങ്ങ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്.